ഓക്കെ. അത് അങ്ങനെ അടി കൊടുത്ത് നന്നാക്കാൻ പറ്റത്തില്ല. അവന്റെ ആ ഒരു പ്രായത്തിൽ മിക്കവാറും ഈ ടീനേജേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ തിരിച്ച് പ്രതികരിക്കാനാണ് നോക്കുന്നത്. ഒരു എന്താ പറയാ, ഒരു എനിമി മെന്റാലിറ്റി വരും. അല്ലാണ്ട് അതുകൊണ്ട് നന്നാവാൻ സാധ്യത കുറവാണ് അടിക്കുന്നതിലൂടെ. അവന് കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത്. ഇനി അടി കൊള്ളുന്ന കുട്ടികളുടെ വേറൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് തോനെയും എന്താ പറയുക, പാവപ്പെട്ട കുട്ടികളായിരിക്കും. പാവപ്പെട്ട കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മേ ബി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളായിരിക്കും. പഠിക്കാൻ കഴിവില്ലാത്തത് മീൻസ് ഇപ്പം ഒരാൾക്കെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടായിരിക്കണമെന്നില്ല. ഇല്ല, കുരങ്ങനും മത്സ്യത്തിനും ഒരേ മത്സരം കൊടുത്തത് കണക്ക്, മരം കയറാൻ മത്സരം കൊടുത്തത് കണക്ക് ആയിപ്പോ. നമ്മളിപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ പല കുട്ടികൾക്കും പല കഴിവാണ്. അപ്പം ചിലവർക്കൊന്നും നമ്മൾ ഈ ടീച്ചേഴ്സ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു മാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ആ സമയത്തൊക്കെ നല്ല രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കുന്ന, അപ്പൊ അടി കൊടുക്കുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതെല്ലാം സഹിക്കുന്ന ഇതിനകത്ത് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മിക്ക ടീച്ചേഴ്സും അവരുടെ ഫ്രസ്ട്രേഷൻസ് മൊത്തവും തീർക്കുന്നത് കുട്ടികളെ അടിക്കുന്നതിലൂടെയാണ്. ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ, ഇപ്പം നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. മിക്ക സ്കൂളുകളിലും, ഗവൺമെന്റ് സ്കൂൾ ആൻഡ് പ്രൈവറ്റ്, നല്ല രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കുന്നു കുട്ടികൾക്ക്. അതിനകത്ത് ഇപ്പൊ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. അവരുടെ എച്ച്.എം വെളിയിൽ ഇറങ്ങിയിരിക്കും, അതായത് ഈ ഇന്റർവെൽ ടൈമിലല്ല, കൈ കിട്ടുന്നവരൊക്കെ എടുത്തിട്ട് അടിക്കും. ലൈക്ക് അത് ജസ്റ്റ് പിള്ളേരാകുമ്പോൾ ഓടിക്കളിയൊക്കെ ചെയ്യും. ആ ഒരു ഇതിന് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ